ശ്രീ സന്തോഷ് ജോയി, കാര്യങ്ങളുടെ ഒരു വസ്തുത കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ താങ്കൾ നിരവധി തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് കണ്ട് അതൊക്കെ വിലയിരുത്തിയിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ കോൺഗ്രസ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനാണ് സീറ്റുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഒരു ശ്രമത്തിലൂടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലേക്ക്, അതോടൊപ്പം സീറ്റ് ധാരണയിലേക്ക് പോവുക, പരമാവധി സഹകരണം, അങ്ങനെ ഒരു ഫോർമുല കോൺഗ്രസിന്റെ മനസ്സിലുണ്ട്. ഖർഗെ അക്കാര്യത്തിൽ 10 ദിവസത്തിനകം തീരുമാനമാകുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുമുണ്ട്. അഖിലേഷ് യാദവ് പറയുന്നു 14-ാം തീയതി കഴിയട്ടെ എന്ന്. എവിടെയൊക്കെയോ ചില ചേരായ്മകൾ അവശേഷിക്കുന്നത് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു കല്ലുകടിയായി തുടരുകയല്ലേ? തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധിക ദിവസം ഇല്ലാത്തപ്പോൾ ഇത് മറികടക്കാൻ അടിയന്തരമായി വേണ്ടത് എന്താണ്? എവിടെയാണ് തട്ടി നിൽക്കുന്നത്? ബി.ജെ.പിയുടെ അമിത ആത്മവിശ്വാസത്തിന് മറുപടി കൊടുക്കാൻ കഴിയുമോ ഇന്ത്യ മുന്നണിക്ക്? ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷനും ഇപ്പോൾ നടക്കുന്ന ഈ ഡിബേറ്റിൻ്റെ ബേസിക് സംഭവം ആര് പ്രധാനമന്ത്രിയാവും ഇന്ത്യ മുന്നണിന്ന്. പക്ഷേ യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണിയിലുള്ള ഓരോ ഘടകങ്ങൾക്കും ഓരോ പാർട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി ആരാവുന്നതിനെക്കാട്ടി വലിയ ചാലഞ്ചും വലിയ ക്വസ്റ്റ്യനും അവർ BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നതും അവരിപ്പോൾ സ്ട്രാറ്റജൈസ് ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ്. ബേസിക്കലി അവർ BJPയെ തോൽപ്പിക്കുന്നതിനെക്കാട്ടി അപ്പുറം നരേന്ദ്രമോദി എന്ന് PR ഏജൻസിയും പല സ്ട്രാറ്റജി വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൂപ്പർ ഹ്യൂമൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും. കാരണം നരേന്ദ്രമോദിയുടെ ഇമേജ് കഴിഞ്ഞാൽ BJP പാർട്ടിയായിട്ട് ഇല്ല. കാരണം നരേന്ദ്രമോദി ഡിപ്പെൻഡൻ്റ് ആണ് BJP പാർട്ടി. ആ നരേന്ദ്രമോദിക്ക് അപ്പുറം BJPക്ക് പോലും ഒരു പ്ലാൻ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വെല്ലുവിളി എങ്ങനെ നേരിടണം, അതാണ് ബേസിക് ചാലഞ്ച് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും അവരുടെ നിലനിൽപ്പ്, അവരുടെ എക്സിസ്റ്റൻസ് ഈ 2024 ഇലക്ഷൻ്റെ റിസൾട്ടിന് മേളിലായിരിക്കും കുറേയൊക്കെ നമ്മൾ കാണുന്നത്. കാരണം നരേന്ദ്രമോദി ഈ 3ാമത്തെ പ്രാവശ്യം ജയിച്ചു വന്നാൽ റീജിയണൽ പാർട്ടീസിന് പല പ്രയാസങ്ങളുണ്ടാവും. റീജിയണൽ പാർട്ടീസിന് മാത്രമല്ല, ഒരു ഫെഡറൽ സിസ്റ്റമിന് തന്നെ പല പ്രയാസങ്ങളുണ്ടാവും. റീജിയണൽ പാർട്ടീസിൻ്റെ പ്രസക്തി തന്നെ തീർന്നു വരുമെന്നുള്ളൊരു കാര്യം പല റീജിയണൽ പാർട്ടീസിന് അറിയാം. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഡിസ്കഷൻ ഇന്ന് നടക്കുന്നത്. ഈ ഡിസ്കഷൻ തുടങ്ങി വെക്കുന്നത് ഉന്നത തലത്തിൽ ഇരിക്കുന്ന ലീഡേഴ്സ് അല്ല, പക്ഷേ കൊച്ചു ലീഡേഴ്സ്. ഈ ലീഡേഴ്സിന് കുറേ താല്പര്യങ്ങളുണ്ട്. ഇന്ന് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് സംസാരിക്കുന്ന ലീഡറായിരിക്കും നാളെ BJP പോയി ഒരു MP ആവുന്നത്. അപ്പോൾ BJP ഈ നിമിഷങ്ങളിൽ കേരള ഉൾപ്പെടെ എല്ലാ രാജ്യത്തിലും കൈ കോർത്ത് ആൾക്കാരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് BJP ജോയിൻ ചെയ്യാം. കാരണം BJPയിൽ ഉള്ള ലീഡേഴ്സ് MP സ്ഥാനം രാജിവെച്ച് MLA ആവാൻ പോലും റെഡിയാവുന്ന സാഹചര്യമാണ്. കാരണം അത്ര ഒരു സെൻട്രലൈസ്ഡ് കമാൻഡാണ്. അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു മാസ് ലീഡർഷിപ്പോ അവരുടെ ബേസിക് ലീഡർഷിപ്പിനെ പറ്റി ഒരു ക്വസ്റ്റ്യനും ഇല്ല ബേസിക്കലി. അപ്പം സെൻട്രലിലുള്ള ഒരു കോക്കസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനകത്ത് ഒന്നും അതിനകത്ത് പ്രശ്നം. ശ്രീ സന്തോഷ് ജോയി, ഇപ്പോൾ ഒരു ലെഫ്റ്റ് നറേറ്റീവ് കൃത്യമായി ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് നരേന്ദ്രമോദി ാണ് ഈ മോദിയെക്കുറിച്ച് അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് എല്ലായിടത്തും ആവർത്തിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ ഇടത് കക്ഷികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അവർ ഊന്നി നിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ നേരിടണമെങ്കിൽ മറുഭാഗത്ത് ഒരു അതേപോലെയുള്ള, ഇപ്പോൾ PR ഏജൻസികൾ കൊണ്ടുവന്നു എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും മറുഭാഗത്ത് അങ്ങനെ ഒരു ഫിഗർ ഇല്ല. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് IP സിംഗ് ഒന്ന് പറയുന്നു, മമതാ ബാനർജി ഒന്ന് പറയുന്നു, നിതീഷ് കുമാർ, മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അങ്ങനെ പല പേരുകൾ ഈ കാലയളവിൽ ജനം കേട്ടുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ പക്ഷം ഈ മുന്നണിയിലുള്ള ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഒരു ജാഗ്രതയുണ്ടല്ലോ, അതുപോലും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്കാറ്റേഡായി കിടക്കുന്ന പല കക്ഷികൾ, അതാണോ ഇപ്പോൾ ഇന്ത്യ മുന്നണി? അല്ല, സുജയ് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ സൂപ്പർ ഹ്യൂമൻ്റെ ആ ബ്രാൻഡിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ബ്രാൻഡ്, ഒരു നരേന്ദ്രമോദിയുടെ കൂട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കുക അല്ല സൊല്യൂഷൻ എന്ന് കർണാടക തെളിയിച്ചു കഴിഞ്ഞു. കർണാടക ഇലക്ഷൻ കോൺഗ്രസിനും എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും കൊടുത്ത ഒരു ലെസൺ എന്ന് പറഞ്ഞാൽ,
ഇപ്പം നരേന്ദ്രമോദി ഇപ്പോഴുടെ വിഷയം എന്തുവാണ്? നരേന്ദ്രമോദിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കൊറോണയിൽ ഇത്രയും ആൾക്കാർക്ക് വിഷമങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, ഇത്രയും മരണങ്ങൾ നടന്നു. പക്ഷേ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി ഉണ്ടായിട്ടാണ് ഞങ്ങളെങ്കിലും ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പോലും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരാൾ. അപ്പം നരേന്ദ്രമോദിയുടെ എതിരെ സംസാരിച്ചാൽ ആൾക്കാർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ പോലും വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ജനങ്ങളുടെ വിഷയം അവതരിപ്പിച്ചു, ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിനെ അവതരിപ്പിച്ചു. കർണാടകയിൽ ചെയ്ത പോലെ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ മുന്നണി മുമ്പോട്ട് വെക്കുന്നത്. ഈ പേഴ്സണാലിറ്റി ഡിബേറ്റ് ഒരുപക്ഷെ ഫാബ്രിക്കേറ്റഡ് ഡിബേറ്റാണ്. അങ്ങനത്തെ ഒരു ഡിബേറ്റ് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ തൽക്കാലം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.